അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഇന്ന് നമ്മുടെ ഹസന ആൻഡ് ബുറാഖ് ഉംറ സംഘം മൂന്നാമത് ഉംറയ്ക്ക് വേണ്ടി മസ്ജിദ് ആയിഷയിലേക്ക് വന്നതാണ്. ആയിഷ പള്ളിയുടെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ആയിഷ പള്ളി എന്തുകൊണ്ടും കാണാൻ നല്ല ഭംഗിയുള്ള പള്ളിയാണ്. അത് ഇവിടെ വരുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും. വളരെയധികം വിശാലമായ സൗകര്യങ്ങൾ അടങ്ങിയ പള്ളിയാണ് മസ്ജിദ് ആയിഷ. ആയിഷ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ബസ്സിലെല്ലാം വരികയാണെങ്കിൽ വലതുവശത്തും ഇടതുവശത്തും നമുക്ക് രണ്ട് ബാത്റൂം കാണാം, പുരുഷന്മാരുടെയും സ്ത്രീകളുടേതും. അതിനപ്പുറത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. കച്ചവടം പൊട്ടിപ്പിടിക്കുന്ന സ്ഥലമാണ് ആയിഷ പള്ളിയുടെ പരിസരം എന്നുള്ളത്. ഏതായാലും ആയിഷ പള്ളിയിൽ മനോഹരമായ കാഴ്ചകൾ കണ്ടു. അപ്പം നമ്മൾ കൂടെ വന്നൊരു ഉമ്മാക്ക് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ അവരെ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആയിഷ പള്ളിയുടെ മിനാരമെല്ലാം കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് ചുറ്റും ഈന്തപ്പന തോട്ടമാണ് ധാരാളമായി കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സമയമാണെങ്കിലോ ഈന്തപ്പനം വിളഞ്ഞു നിൽക്കുന്ന സമയം. ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് ഒരുപാട് ഈത്തപ്പഴം താഴെ വീണു അത് പെറുക്കുന്ന രംഗങ്ങൾ ഇൻഷാ നമ്മുടെ വീഡിയോയുടെ അവസാനം വരുന്നതായിരിക്കും. മസ്ജിദ് ആയിഷ എന്ന പേരിലും മസ്ജിദ് തൻഈം എന്നുള്ള പേരിലും മസ്ജിദുൽ ഉംറ എന്നുള്ള 3 പേരിലാണ് അറിയപ്പെടുന്നത്. മസ്ജിദുൽ ഉംറ എന്ന് പറഞ്ഞാൽ മക്കക്കാരെല്ലാവരും ഇവിടെ വന്നിട്ടാണ് അവർ അതായത് ഹറമിൻ്റെ പരിധി വിട്ട് പോകൽ നിർബന്ധമാണല്ലോ ഉംറയ്ക്ക്. അപ്പോൾ ഹില്ലിൽ വന്നുകൊണ്ടാണ് അവരെല്ലാവരും ഇഹ്റാം ചെയ്യുക. അപ്പോൾ ഹദ്ദുൽ ഹറമാണിത്, ഹറമിൻ്റെ ബൗണ്ടറിയാണ് ഇവിടെ എഴുതി വെച്ചത്. ഇപ്പോൾ കാണാൻ കഴിയാണല്ലോ, സ്റ്റാർട്ട് ഫ്രം ഹറം സ്റ്റാർട്ട് ഫ്രം ഹെർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഹറമാണ് ഇങ്ങോട്ട് ഹറമല്ല എന്നർത്ഥം. ഈത്തപ്പഴം കണ്ടില്ലേ, ഈത്തപ്പഴങ്ങൾ പഴുത്തു നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ യാത്ര. വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ ഈത്തപ്പഴത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ താഴെയെല്ലാം ഈത്തപ്പഴം വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ ഹാജിമാരെല്ലാവരും പെറുക്കുന്ന കാഴ്ചകളെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തിൽ കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇതിന് മസ്ജിദുൽ ഉംറ എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെയാണ് ഇതിന് മറ്റൊരു പേരുണ്ട്, മസ്ജിദ് തൻഈം. തൻഈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബോർഡുണ്ട്, നിഹായത് എൻഡ് ഓഫ് ഹറം ബൗണ്ടറി. ഇവിടെ ഉണ്ട് ഹറമിൻ്റെ ബൗണ്ടറി അവസാനിച്ചു, ബാക്കിൽ ആയിഷ പള്ളിയാണ്. ആ സമയത്ത് ഒരു ഈത്തപ്പഴം കിട്ടിയപ്പോൾ ഞാനൊന്ന് മരത്തിൻ്റെ ചോട്ടിൽ കിട്ടിയപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാൻ വിചാരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. ഏതായാലും ഇതിനെ മസ്ജിദ് ആയിഷ മസ്ജിദ് തൻഈം എന്ന് പറയാൻ കാരണം ഈ ആയിഷ പള്ളിയുടെ 2 വശത്തും ഒരു സൈഡിൽ നായിം ഒരു സൈഡിൽ നഈം എന്നുള്ള 2 പേരുള്ള മലകളാണുള്ളത്. അതിൻ്റെ സെൻറ്ററിലാണ് ഈ മസ്ജിദ് ആയിഷ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് മസ്ജിദ് തൻഈം എന്നുള്ള പേര് വരാൻ കാരണം എന്നുള്ളത് ചരിത്രങ്ങളിൽ കാണാം. അതുപോലെ തന്നെയാണ് ഇതിന് മസ്ജിദ് ആയിഷ എന്നുള്ള പേര് വരാൻ കാരണം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് ആദ്യമായി ഇങ്ങോട്ട് അങ്ങനെ വരുന്ന സമയത്ത് മുത്താനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വഹാബത്തും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് മുത്തായ തങ്ങളുടെ കൂടെ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ ഭാര്യമാരും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആയിഷ ഉമ്മക്ക് ഇഹ്റാം ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യം തന്നെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറയായിരുന്നു ചെയ്തിരുന്നത്, പിന്നീടാണ് ഹജ്ജ് ചെയ്തത്. അപ്പോൾ ആദ്യം ഉംറ ചെയ്യുന്ന സമയത്ത് ആയിഷ ബീവി അന്ന് ഹൈലുകാരിയായത് കൊണ്ട് തന്നെ ആയിഷ ബീവിക്ക് അന്ന് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉംറ കഴിഞ്ഞു, അതിനുശേഷം ഹജ്ജ് ചെയ്തു. അതിനുശേഷം വിദാഇൻ്റെ തവാഫെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആയിഷ ഉമ്മ ഇങ്ങനെ കരയുന്ന രംഗമാണ് മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. അതോടെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാര്യമാരെ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലോ. തങ്ങൾക്ക് വിഷമമായി കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ആയിഷ നിങ്ങൾ കരയുന്നത് എന്നുള്ളത്. ആ സമയത്ത് ആയിഷ ഉമ്മ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രണ്ട് അജ്റ് ലഭിച്ചു, എനിക്ക് മാത്രം 1 ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി, ഇത് ആയിഷ ഉമ്മക്ക് ഉംറ ലഭിക്കാത്തതിൻ്റെ വിഷമമാണെന്നുള്ളത്. അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ഉമ്മയുടെ ആങ്ങളയായിരുന്ന അബ്ദുറഹ്മാൻ എന്നുള്ളവരെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഹറമിൻ്റെ ബൗണ്ടറി വിട്ട് പുറത്തുപോയി ഇഹ്റാം ചെയ്തു വരിക, അങ്ങനെ നിങ്ങൾ ഉംറ ചെയ്യുക എന്ന്
പറഞ്ഞു. അങ്ങനെ ആയിഷ ഉമ്മയും ഈ അബ്ദുറഹ്മാൻ എന്നുള്ള സഹോദരനും പോയി. അവർ ഒട്ടകപ്പുറത്ത് പോയി ഇവിടെ വന്ന് ഇഹ്റാം ചെയ്തു പോയി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് കണ്ടില്ലേ, കറക്റ്റ് എന്താണ്, ഹറമിൻ്റെ അതിർത്തിയിലാണ്. ഈ അതിർത്തി കഴിഞ്ഞാൽ ഹറം പരിധി അവസാനിച്ചു. ഈ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരും നമ്മുടെ കൂടെ വന്ന സഹോദരന്മാരും വല്ലാത്ത സന്തോഷത്തിലാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമുക്കും വേണ്ടേ ഇവിടെയെല്ലാം ഒന്ന് വന്ന് കാണുക, അറിയുക, അനുഭവിക്കുക, ആസ്വദിക്കുക. എല്ലാവരും തയ്യാറാവണം. കണ്ടില്ലേ, എഴുതി വെച്ച ബിദായത്ത് ഹദ്ദൽ ഹറം, ഹറമിൻ്റെ ബൗണ്ടറി തുടങ്ങുകയാണ് ഇവിടെ. അപ്പോൾ ഈ ദൂര കാഴ്ച നമുക്ക് വ്യക്തമായി ആ വിഷയത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നു. പ്രഭാതത്തിലായി നമ്മൾ ഇവിടെ എല്ലാം വന്നിരുന്നത്. അങ്ങനെ എല്ലാവരും ഇഹ്റാമെല്ലാം ചെയ്തു, ഇഹ്റാമിൻ്റെ നിയ്യത്തെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാവരും ഇഹ്റാമിൻ്റെ നിയ്യത്തുകളെല്ലാം ചെയ്തു. അങ്ങനെ അതിന് ശേഷം സാധാരണ നമ്മൾ ഇഹ്റാം നിയ്യത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു കൊടുക്കാറുള്ള നിയ്യത്തുകളെല്ലാം വിശദമായി എല്ലാവരും മനസ്സിലാക്കി. ആയിഷ ഉമ്മയുടെ ചരിത്രവും എല്ലാം എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം ഇനി എല്ലാവരും കൂടെ എന്താ ചെയ്ത്, നേരെ ഈന്തപ്പഴത്തോട്ടത്തിലേക്ക് പോയി ഈത്തപ്പഴം പെറുക്കാൻ വേണ്ടി പോവാണ്. അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. എല്ലാവർക്കും വലിയ ആകാംക്ഷയായിരുന്നു. നമ്മുടെ ഉമ്മമാർക്ക് എല്ലാവരും നമ്മുടെ നാട്ടിൽ മാങ്ങ പെറുക്കുന്നത് പോലെ ഈത്തപ്പഴം പെറുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. എല്ലാ ഈന്തപ്പഴം കുലച്ചിട്ടുണ്ട്, അതിനൊക്കെ താഴെ ഈത്തപ്പഴം വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഹാജിമാരെല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത ഓരോ അനുഭൂതിയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്രയിൽ നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ലഭിച്ചിരുന്നത്. എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. താഴെ നിന്നെല്ലാവരും ഈത്തപ്പഴം പെറുക്കി പലരും കൊണ്ടുവന്ന് സ്വന്തമായി കഴിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതാണ് മസ്ജിദ് ആയിഷയുടെ മറ്റൊരു വശം. അങ്ങനെ നമ്മുടെ കൂടെ വന്നൊരു ഹാജിയാണ് ഇവർക്ക് വല്ലാത്തൊരു ആഗ്രഹം, പ്രാവുകളൊന്ന് പറത്തി കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. നമ്മുടെ കൂടെ വന്ന ഹാജിമാർക്ക് വേണ്ടി ഖിദ്മ ചെയ്യാനല്ല നമ്മൾ വന്നിട്ടുള്ളത്. ഏതായാലും അങ്ങനെ എല്ലാവരും ഹറാമിനെ നിയ്യത്തെല്ലാം വെച്ച് തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് കയറി അങ്ങനെ ഹറമിലേക്ക്